ഹലോ, ഇന്ന് ഞങ്ങൾ കരിമീൻ വാങ്ങാൻ കുമരകത്തേക്കാട്ടോ വന്നേക്കണേ. എൻ്റെ കൂടെ ഷാജി അച്ഛനുണ്ട്, അൻതമ്മയുണ്ട്, ജിബൻ ചേട്ടനുണ്ട്. ഞങ്ങൾ കുമരകത്തെ ചീപ്പുങ്കൽ പാലത്തിൻ്റെ അടുത്തുള്ള അച്ഛന് പരിചയമുള്ളൊരു കടയിലാണ് വന്നത്. അപ്പം അവിടെ ആണെങ്കിൽ ഒരേ കരിമീൻ്റെ 2 സൈസുണ്ട്. ചെറുത് ഞങ്ങൾ വറുക്കാനും വലുത് ഞങ്ങൾ മപ്പാസ് ഉണ്ടാക്കാനാണ് വാങ്ങിയേക്കണത്. കറിക്കണോ ഇത് ഇതുമായിട്ട് തന്നെ വ്യത്യാസം ഇത് രണ്ടെണ്ണം ഇട്ട് ഇത് കടലിരിപ്പണമെന്നല്ല. ആരാ കടവിലിരിക്കണം വീഡിയോയിലേക്ക്? കടവിൽ ഒരു ചേച്ചി ഇരുന്ന് മീൻ വെട്ടി തരുന്നുണ്ട്. വെട്ടി തരില്ല, നന്നായിട്ട് അവിടോട്ട് കൊണ്ടുപോകാം. ഞങ്ങൾ പിന്നെ കടവിൻ്റെ സൈഡിൽ കൂടി ഹൗസ് ബോട്ടൊക്കെ ഇട്ടേക്കണ വഴി കൂടി പോവാണ്. അങ്ങനെ ഹൗസ് ബോട്ടിൻ്റെ ഒക്കെ സൈഡിൽ കൂടി ഇച്ചിരി നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഞങ്ങൾ ആ ചേച്ചിമാരെ കണ്ടു. അവർ നല്ല സ്പീഡിൽ കരിമീനൊക്കെ ഇങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമായിരുന്നു അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കാൻ. ഭയങ്കര ഇങ്ങനെ പെട്ടെന്ന് ചെയ്യണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കൂട് കൊടുത്തു. അതല്ലാണ്ടും അവർക്ക് ഹോട്ടലുകളിലേക്കൊക്കെ കുറേ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടെയുള്ള ചേട്ടൻ പൊളിച്ച മീനൊക്കെ കായൽ തന്നെ നന്നായിട്ട് കഴുകി തന്നു. അമ്മ പറഞ്ഞു പിന്നെ ഞങ്ങളത് വീട്ടിൽ വന്നിട്ട് ഉപ്പ് ഇട്ട വെള്ളത്തിൽ ഒന്നുകൂടിയും നന്നായിട്ട് കഴുകിയെടുക്കുന്നു. അപ്പം ഇനി ഇതേ നല്ല ഹൗസ് ബോട്ടിൻ്റെ ഒക്കെ വ്യൂ കണ്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിനി എൻ്റമ്മയുടെ ഫിഷ് ഫ്രൈ ഫിഷല്ല കരിമീൻ മപ്പാസ് റെസിപ്പി കാണാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, ഉപ്പ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അത് ഫ്രൈക്കുള്ളത്. മറ്റേത് എടുത്തില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇതെല്ലാം അരിയുന്നേ ഉള്ളൂ. സവോള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിയുക. പച്ചമുളക് എല്ലാം വെക്കണോ? ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കരിമീൻ അങ്ങനെ റെഡി ആയില്ല. ചെറുതായിട്ട് വളർത്താനില്ല പരുവം. അല്ലെങ്കിൽ അതിനെ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടുക കേട്ടോ.
പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ ഇതെങ്ങനെ പെട്ടെന്ന് ഒരു മിനി റെസിപ്പി പറഞ്ഞെങ്ങനെയാണ്? ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക. ഓക്കെ. വെളിച്ചെണ്ണ ചൂടായി നല്ലോണം ചൂടാകുമ്പോൾ കടുക് ഇടുക. പൊട്ടി വരുമ്പോൾ ഇഞ്ചി ആദ്യം ഇട്ട് വരയ്ക്കുക. അത് കഴിഞ്ഞ് വെളുത്തുള്ളി ഇടുക, പച്ചമുളക്, കരിയാപ്പല എല്ലാം ഇട്ട് അത് കഴിഞ്ഞ് സബോള ഇട്ട് വരയ്ക്കുക. കുറച്ച് വരച്ചാൽ ഉപ്പിടുക പെട്ടെന്ന് വരക്കാൻ. ഇങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കുക. ഈ വറുത്തത് എന്തിനാ? വറുത്തത് വറുത്തായിട്ട് കഴിക്കാം. ഈ മപ്പാസിനാ? മപ്പാസിന് ചുമ്മാ 3-4 ഇപ്പം വെക്കുന്നത്. ബാക്കി നാളെ വിശദമായി സാവകാശം പ്രകൃതി രക്ഷ ആവശ്യമില്ല. അതിനകത്തൊരു വട്ടത്തിൽ സവോള അരിഞ്ഞിടാൻ നല്ലതല്ലേ? യെസ്. മഞ്ഞപ്പൊടിയും ഉപ്പും കരട്ടിയിട്ട് ഇതൊന്ന് എണ്ണയ്ക്കകത്ത് ചെറുതായിട്ടൊന്ന് ഇച്ചിരി മഞ്ഞപ്പൊടിയുണ്ട്. എന്തിനാ ശകലേ കട്ടിയുള്ളൂ. ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് അല്ലെ അതിലിടുമ്പോഴേ പൊടിയും കരിമീനല്ല പെട്ടെന്ന് അതിന് ചെറുതായിട്ടൊന്ന് ഫ്രൈ കരിമീൻ മപ്പാസിന് ആവശ്യമായ തേങ്ങ മിക്സിയിൽ അടിച്ച് പാല് പിഴിഞ്ഞെടുക്കാൻ പോവാം. ആദ്യത്തെ പാല് മാറ്റി വെക്കുക. അത് കഴിഞ്ഞ് പിന്നെ 2ാം പാല് അതിനകത്തിട്ട് ബാക്കി വേവിക്കണം കരിമീൻ. എന്നിട്ട് അവസാനം ഈ തേങ്ങാപ്പാൽ ഒഴിക്കണം. കട്ടിപ്പാൽ ആദ്യത്തത് ഇത് മാറ്റി വെക്കണം. എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് അടുത്ത പാലെടുക്കണം. ഇത് ഏറ്റവും ലാസ്റ്റ് ഒഴിക്കാനുള്ള. ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റുക. ശകല മസാലപ്പൊടി, ഗരം മസാല, മസാല, തേങ്ങാപ്പാലയിലോട്ടൊന്ന് പിരിക്കാൻ വേണ്ടി. ഇനി ഗരം മസാലയുടെ വീഡിയോ അടുത്തത് ഇതൊന്നായിരിക്കും. സബോള വഴറ്റിയതിനകത്തോട്ട് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കും. മല്ലിപ്പൊടി ചേർക്കും. മല്ലിപ്പൊടി ചേർക്കും. മസാലപ്പൊടി ചേർക്കുക. ഇനിയിപ്പം 2ാം പാൽ. രണ്ടാം ഒഴിക്കാൻ പോവാണോ? ക്യാമറമാൻ വന്നുകൊണ്ട് ഷോർട്സിനൊക്കെ ഭംഗി കൂടും.
നല്ല മണം വരുന്നുണ്ട് കരിവേപ്പിലയുടെ. തൊലി പൊളിക്കട്ടെ. ഏലക്കപ്പൊടി. ഇവിടെ നല്ല മണമുണ്ട്. ലാസ്റ്റ് ആദ്യത്തെ പാൽ, തേങ്ങാപ്പാൽ. ആദ്യത്തെ തേങ്ങാപ്പാലും ഗരം മസാല. ഇനി തിളയ്ക്കണോ? ആ സ്പൂൺ വിനാഗിരി കൊടുക്കുക. ആ മീൻകറിയുടെ കൂടെ കോമ്പിനേഷൻ ചപ്പാത്തി. ചോറും ഉണ്ട് ചപ്പാത്തിയുണ്ട്. ഒന്ന് കുമരകത്ത് നിന്ന് മേടിച്ച കരിമീൻ, ഫ്രഷ് കരിമീൻ വറുത്തതും കരിമീൻ മപ്പാസും റെഡി. വൈകിട്ട് ചപ്പാത്തി, കരിമീൻ കറി. യെസ്. ഓക്കെ. ഓക്കേ, ബൈ. ബൈ.